പുഷ്പഗിരിയിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പം തന്നെ നേഴ്സുമാർ ഇപ്പോഴൊന്നും അല്ല, വർഷങ്ങൾക്ക് മുമ്പ് അപ്പം തന്നെ അവർ സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ ജോലിക്കാരുടെയും മീൻസ് ജോലിഭാരം കൂടുതലാണെന്നും സാലറി ഒട്ടും ഇല്ലെന്നൊക്കെ അപ്പോഴും അവർ പറയുന്നുണ്ട്. അതേസമയം നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ ബാംഗ്ലൂർ ആണെങ്കിലും ഈവൻ ഹൈദരാബാദ് ഏത് സ്ഥലമാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല സാലറി തന്നെ കിട്ടും. എന്നിട്ട് സ്വന്തം നാട്ടിൽ എല്ലാവരും നിൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഇവർ ഒരു പരിഗണനയും തരുന്നില്ല. എന്നിട്ട് ഇപ്പം പല വീഡിയോസും കാണുന്നു, പല ഡോക്ടേഴ്സും വന്നിട്ട് വീഡിയോ ഇടുന്നു, ഇത് ICU കിടക്കുന്ന പേഷ്യൻസിനെ ബാധിക്കും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ കിട്ടേണ്ട പേഷ്യൻസിനെ ബാധിക്കുന്നു, നഴ്സുമാരുടെ സമരം ഇത് എങ്ങോട്ടാണ് പോകുന്നത്. ഇതൊന്നും ഡോക്ടേഴ്സുമാരെ സമരം ചെയ്യുമ്പോൾ ഇവരാരെയും രംഗത്ത് വന്നിട്ട് ഇങ്ങനൊന്നും സംസാരിക്കുന്ന കണ്ടിട്ടില്ല. ഡോക്ടേഴ്സ് സമരം ചെയ്യുമ്പം അവരെ പേഷ്യൻസിനെ കാണുന്ന പോലും ഇല്ല. ഇപ്പം നേഴ്സുമാരെ സമരം ചെയ്യുമ്പോൾ പേഷ്യൻസിനെ കാണാനൊരു ഡോക്ടറെങ്കിലും ഉണ്ട്. അതേസമയം അവരെ സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം നേഴ്സുമാർ സമരം ചെയ്യുമ്പം ഏതോ ഒരു ഹോസ്പിറ്റൽ, ഞാൻ ഓർക്കുന്നില്ല ഏതോ ഹോസ്പിറ്റലാണ്, അവിടുത്തെ ന്യൂറോളജിസ്റ്റ് കൺസൾട്ടൻ്റ് ആണ്, എനിക്ക് തോന്നുന്നു ഏതോ ഡിപ്പാർട്ട്മെൻറ്റ് HOD ആണെന്ന് തോന്നുന്നു. പുള്ളി വന്നിരുന്നിട്ട് പറയുന്നത്, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ട പേഷ്യൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല, നേഴ്സുമാർ അങ്ങനെയാണ്, നേഴ്സുമാർക്ക് ഇങ്ങനെ പറ്റുന്നു. എന്തുകൊണ്ട് ഇവർ മാനേജ്മെൻറ്റിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല? എങ്ങനെയെങ്കിലും ഇവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണമെന്ന് പറയുന്നില്ല. 40,000 രൂപ എന്നുള്ളത് മിനിമം ഒരാൾക്ക് കിട്ടേണ്ട, അല്ലെങ്കിൽ ഒരു നേഴ്സിന് ഇന്നത്തെ കാലത്ത് കിട്ടേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള മീൻസ് അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള ഒരു സാലറിയാണ്. അത് അല്ലാതെ ഇത് വലിയ തെറ്റൊന്നുമല്ല. ഇത്രയും വലിയ സാലറി ചോദിച്ചു, മീൻസ് 40,000 ചോദിക്കുന്നു എന്നുള്ളത് വലിയ തെറ്റൊന്നുമല്ല ഇന്നത്തെ കാലത്ത്. 2026 ഇപ്പോഴും ഇവർ ഈ 20,000 കൊടുത്തോണ്ടിരിക്കുക എന്ന് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം വരുന്ന രോഗികളിൽ നിന്ന് നേഴ്സുമാരുടെ ഫീസ് എന്നുള്ള രീതിയിൽ എത്രയോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 1,000-2,000 രൂപയൊക്കെ ഒരു ബില്ല് തന്നെ ഇവർ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൊടുക്കുന്ന സാലറിയോ, ഞങ്ങൾക്ക് കിട്ടുന്ന സാലറിയോ 20,000 രൂപയൊക്കെ ആയിരിക്കും. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമുക്ക് വേണ്ടി സംസാരിക്കാനോ ആരുമില്ല. അപ്പം ഇപ്പം ഇവർ പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സിനെ കൊണ്ടും പേഷ്യൻസിനെ കൊണ്ടും ഡോക്ടേഴ്സിനെ കൊണ്ടും ഒക്കെ സംസാരിപ്പിക്കുകയാണ് നേഴ്സുമാരുടെ സമരം എങ്ങനെയും നിർത്തണം. എന്നാൽ ഇതിന് സാലറി കൊടുത്ത് പരിഹരിക്കാമെന്നോ ഇവരെ തിരിച്ചെടുക്കാം, മീൻസ് ഹോസ്പിറ്റൽ നല്ല രീതിയിൽ റൺ ചെയ്യാമെന്നൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പം ഈ സമരം ചെയ്യുന്ന മിക്ക നേഴ്സുമാർക്കും ഇനി തിരിച്ച് കയറാൻ പറ്റുമോ, എപ്പോൾ കയറാൻ പറ്റും, ജോലി കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല. എന്നിട്ട് പോലും അവർ ഈ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മടുത്തിട്ടാണ്. ഇത്രയും വർഷങ്ങളായിട്ട് പറഞ്ഞിട്ടും ഒരു ശമ്പള പരിഷ്കരണവും നടത്താത്ത മാനേജ്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ അവർ മടുത്തിട്ടാണ് ഇത്രയും ദിവസങ്ങളായിട്ട് സമരം ചെയ്യുന്നത്. എന്നിട്ടും അത് പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ കഷ്ടം തന്നെയാണ്. ഇപ്പോൾ UNAക്ക് ഫുൾ സപ്പോർട്ട്. നിങ്ങൾ ഈ എനർജി തന്നെ പോവുക. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. സാലറി കിട്ടുക തന്നെ വേണം.